മൈ ഡിയർ സ്റ്റുഡൻസ്, ഞാൻ CS ഋത്തിക, കമ്പനി സെക്രട്ടറി ആണ്. ഇത് കമ്പനി സെക്രട്ടറി കോഴ്സിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. നമുക്കറിയാം, നമ്മൾ ഈ കമ്പനി സെക്രട്ടറി കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതോടെ നമ്മുടെ കയ്യിലുണ്ടാകുന്നത് ഒരു പ്രൊഫഷണൽ ഡിഗ്രിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് CS രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് എക്സാം ഉണ്ട്, കൂടെ നമുക്ക് ട്രെയിനിങ് ഉണ്ട്. ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്ത് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് നമ്മുടെ ഹെഡ് ഓഫ് അതോറിറ്റിയുടെ കയ്യിൽ കൊടുത്തിട്ട് അപ്രൂവൽ കിട്ടിയാൽ മാത്രമേ നമുക്കൊരു മെമ്പർഷിപ്പ് നമ്പർ കിട്ടുന്നുള്ളൂ. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്, നമുക്ക് ഈ കോഴ്സ് ആരാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അതല്ലെങ്കിൽ നമ്മുടെ എക്സാംസ് ഒക്കെ ആരാണ് നടത്തുന്നത്, നമ്മൾ ആരുടെ അണ്ടറിലാണ് രജിസ്ട്രേഷൻ എടുക്കുന്നത്, അതല്ലെങ്കിൽ നമ്മൾ ഈ ഒരു CS കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആരുടെ അണ്ടറിലാണ് പോയിട്ട് മെമ്പർഷിപ്പ് എടുക്കുന്നത്, അതാണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. ഇവിടെ ഈ ഒരു ഇമേജിൽ നമുക്കറിയാം, ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ICSI, ഇതാണ് ദ ടോപ്പ് മോസ്റ്റ് അതോറിറ്റി. അപ്പം ICSI ആണ് സ്റ്റുഡൻസിനെയും മെമ്പേഴ്സിനെയും എല്ലാം റെഗുലേറ്റ് ചെയ്യുന്നത്, നമ്മുടെ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നതും നമുക്ക് മെമ്പർഷിപ്പ് നമ്പർ തരുന്നതും എല്ലാം. അപ്പം ഈ ഒരു പേരും ഈ ഒരു ഡയഗ്രാമും ഒക്കെ നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടാവും. കാരണം നിങ്ങൾ രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം, നമ്മൾ ഏത് വെബ്സൈറ്റിലാണ് രജിസ്ട്രേഷൻ എടുക്കുന്നത്. ICSIയുടെ വെബ്സൈറ്റിൽ പോയിട്ടാണ് ഒരു കമ്പനി സെക്രട്ടറി അല്ലെങ്കിൽ CS-ൻ്റെ രജിസ്ട്രേഷൻ എടുക്കുന്നത്. അപ്പം ഈ ഒരു ബോഡിയാണ് നമ്മളെ റെഗുലേറ്റ് ചെയ്യുന്നത്. നമ്മൾ നോക്കാൻ പോകുന്നത് ദ സ്കോപ്പ് ഓഫ് കമ്പനി സെക്രട്ടറി. നമ്മൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതൊക്കെ സെക്ടറിൽ വർക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ കൊടുത്തിരിക്കുന്നത് കുറച്ചെണ്ണം മാത്രമാണ്, പക്ഷേ ഇത് ലിമിറ്റഡ് അല്ല. നമുക്ക് ഡിഫറെൻറ്റ് സെക്ടറിൽ നമുക്ക് വർക്ക് ചെയ്യാം. ഈവൻ ടീച്ചിങ് വരെ നമുക്ക് ചൂസ് ചെയ്യാം. സോ CS ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേ കരിയർ ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ ഫസ്റ്റ് ഒന്ന് CS കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമുക്ക് സെക്രട്ടറിയൽ ഓഡിറ്ററായിട്ട് നമുക്ക് വർക്ക് ചെയ്യാം. സെക്രട്ടറിയൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ കമ്പനീസിൽ സെക്രട്ടറിയൽ ഓഡിറ്റ് കമ്പൽസറി ആയിട്ട് ചെയ്യേണ്ട കമ്പനീസ് ഉണ്ടാവും. അപ്പം അത്തരം കമ്പനീസ് ഇപ്പോൾ ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ടാവും, ഇത്തരം ഈ ഒരു ടേൺ ഓവർ അല്ലെങ്കിൽ ഈ ഒരു പെയ്ഡപ്പ്, അതല്ലെങ്കിൽ ഇതിൽ കൂടുതൽ ലോൺ വാങ്ങിച്ചിട്ടുള്ള കമ്പനി എന്നൊക്കെ പറഞ്ഞിട്ട് ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻ ഉണ്ടാവും. അപ്പം ആ ഒരു ലിമിറ്റിൽ കൂടുതൽ വരുന്ന കമ്പനിയിലൊക്കെ സെക്രട്ടറിയൽ ഓഡിറ്റ് ആ വർഷം എന്തായാലും നടത്തിയിട്ട് അവരുടെ ഫിനാൻഷ്യൽസിൻ്റെ കൂടെ ഈ സെക്രട്ടറിയൽ ഓഡിറ്റ് റിപ്പോർട്ടും കൂടെ കീപ്പ് ചെയ്യണം. അപ്പോൾ ഇത്തരം കമ്പനീസിൽ സെക്രട്ടറിയൽ ഓഡിറ്റ് കമ്പൽസറി ആണ്. അവിടെ ഒരു CS-ന് മാത്രമേ സെക്രട്ടറിയൽ ഓഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ രണ്ടാമത് GST സ്പെഷ്യലിസ്റ്റ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാം. GSTയിലൊക്കെ വേണമെങ്കിൽ നമുക്ക് GSTയുടെ ഭാഗത്തേക്ക് തിരിയാം. അത് മെയിനായിട്ട് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് എടുക്കാം. ഇനി അതും അല്ലെങ്കിൽ ഒരു ഇൻസോൾവൻസി പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യാം. കോർപ്പറേറ്റ് ലോ എക്സ്പെർട്ട്, കോർപ്പറേറ്റ് അഡ്വൈസിംഗ് ഒക്കെ ചെയ്യാം. IPR, WTO സർവീസസ്, ഇൻ്റർനാഷണൽ ട്രേഡ്, നമ്മുടെ പേറ്റൻറ്റ് റിലേറ്റഡ് വർക്ക്സ്, ട്രേഡ് മാർക്ക് റിലേറ്റഡ് സർവീസസ്, ഇതൊക്കെ ഒരു CS-ന് വേണമെങ്കിൽ ചെയ്തു കൊടുക്കാം. അതേപോലെ തന്നെ റെപ്രസെൻറ്റേഷൻ സർവീസസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു കമ്പനിയിലാണെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ പ്രാക്ടീസിങ് ചെയ്യുകയാണെങ്കിലോ നമ്മളുടെ ക്ലയൻറ്റിന് അല്ലെങ്കിൽ നമ്മളുടെ കമ്പനിക്ക് വേണ്ടിയിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിട്ട് ഇത്തരം പല അതോറിറ്റീസ് ഉണ്ടാവും. ഇപ്പം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതല്ലെങ്കിൽ SEBI, സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, അത് അല്ലെങ്കിൽ കോമ്പറ്റീഷൻ കമ്മീഷൻ ഉണ്ടാവും. ഇത്തരം NCLT, നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ, ഇത്തരം അതോറിറ്റീസിൻ്റെ മുന്നിലൊക്കെ ഒരു കമ്പനി സെക്രട്ടറിക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഇനി അതുമല്ല, ഒരു കമ്പനി സെക്രട്ടറിക്ക് ഇന്റേണൽ ഓഡിറ്ററായിട്ട് വർക്ക് ചെയ്യാം, കമ്പനിയുടെ തന്നെ. പിന്നെ കോർപ്പറേറ്റ് റീസ്ട്രക്ചറിങ്, കമ്പനികൾ തമ്മിലുള്ള റീസ്ട്രക്ചറിങ് ഉണ്ടാവും, കമ്പനിയുടെ മൊത്തത്തിലുള്ള റീഓർഗനൈസേഷൻസ് ഒക്കെ ഉണ്ടാവും. ഇതിൽ അഡ്വൈസിങ് കൊടുക്കുക, ഇതിന് വേണ്ട പ്രോസസ്സൊക്കെ കുറച്ചുകൂടെ സ്മൂത്ത് ആക്കുക, കംപ്ലയൻസ് റിലേറ്റഡ് ആക്ടിവിറ്റീസ് ഒക്കെ നോക്കുക, ഇതൊക്കെ ഒരു കമ്പനി സെക്രട്ടറിയുടെ വർക്കിൽ വിടും. അതല്ലെങ്കിൽ ഒരു കമ്പനി സെക്രട്ടറിക്ക് ഇതിൽ ഏത് സെക്ടറിൽ വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഈ അവരുടെ കരിയർ ഓപ്ഷനായിട്ട് അവർക്ക് ചൂസ് ചെയ്യാം. ഇത് ഒരു ബ്രീഫായിട്ട് പറഞ്ഞതാണ്, ഒരിക്കലും ലിമിറ്റഡ് അല്ല. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റേജ് ഓഫ് കമ്പനി സെക്രട്ടറി. ഇതാണ് മെയിൻ ടോപ്പിക്. സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമുക്ക് 3 സ്റ്റേജാണുള്ളത്. CSET ഉണ്ട്, CS എക്സിക്യൂട്ടീവ് ഉണ്ട്, CS പ്രൊഫഷണൽ ഉണ്ട്. അപ്പം CSET എക്സാം പാസ്സായിട്ടുണ്ടെങ്കിൽ CS എക്സിക്യൂട്ടീവിന് രജിസ്ട്രേഷൻ എടുക്കാം. അതല്ല, നിങ്ങളൊരു ഡിഗ്രി ഒക്കെ അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് ഒക്കെ ആണെങ്കിൽ CSET എക്സാം എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഡയറക്റ്റ് CS എക്സിക്യൂട്ടീവിൻ്റെ രജിസ്ട്രേഷൻ എടുക്കാം. CS എക്സിക്യൂട്ടീവിൻ്റെ 2 മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് CS പ്രൊഫഷണലിന് രജിസ്ട്രേഷൻ എടുക്കാം. ഇതാണ് ഈ 3 സ്റ്റേജ്. ഇതിൻ്റെ കൂടെ CS-ൻ്റെ ട്രെയിനിങ് വരുന്നുണ്ട്, ലോങ് ടേമും ഷോർട്ട് ടേമും ഒക്കെ ആയിട്ടുള്ള ട്രെയിനിങ്സ് വരുന്നുണ്ട്. അതും കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ CS കോഴ്സ് മെമ്പർഷിപ്പ് കിട്ടാനുള്ള അത്രയും പാർട്ട് കംപ്ലീറ്റഡ് ആണ്. ഇതാണ് ബ്രീഫായിട്ട് നിങ്ങൾക്ക്
ഷോർട്ടിൽ 3 സ്റ്റേജസ് ആണ് വരുന്നത്. ഈ ഒരു ആരോ നോക്കിയാൽ മനസ്സിലാവും. ഫസ്റ്റ് നമ്മൾ CSCET രജിസ്ട്രേഷൻ എടുക്കുന്നു. കമ്പനി സെക്രട്ടറീസ് എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, രജിസ്ട്രേഷൻ ടു എക്സിക്യൂട്ടീവ് പ്രോഗ്രാമിൻ്റെ രജിസ്ട്രേഷൻ എടുക്കുന്നു. അത് കഴിഞ്ഞു നമ്മൾ കംപ്ലീഷൻ ഓഫ് 1 day ഓറിയൻറ്റേഷൻ പ്രോഗ്രാം ഉണ്ടാവും. ആ ഒരു ഓറിയൻറ്റേഷൻ പ്രോഗ്രാം ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊവൈഡ് ചെയ്യും. നമ്മളത് അറ്റൻഡ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ എക്സാമിനും പ്രീ ടെസ്റ്റ് എടുക്കണം. പ്രീ ടെസ്റ്റ് എന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു OMR എക്സാം ആണ്. നമുക്ക് തന്നെ എഴുതാനുള്ളതുള്ളൂ. അത് എവിടെയും പോയിട്ട് എഴുതാനുള്ള എക്സാം അല്ല. നമ്മൾ എക്സിക്യൂട്ടീവ് രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞിട്ട് എക്സിക്യൂട്ടീവിൻ്റെ എക്സാം ടൈം ആവുന്ന സമയത്ത് നമ്മൾ ആ ഒരു ബുക്കുമായിട്ടൊന്ന് ഫെമിലിയർ ആവാൻ വേണ്ടിയിട്ട് അവർ നടത്തുന്ന ഒരു എക്സാമാണ് പ്രീ ടെസ്റ്റ്. ഒരു OMR എക്സാം ആണ് 100 മാർക്സിൻ്റെ. അതൊന്ന് ജസ്റ്റ് നമ്മൾ അറ്റൻഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, എക്സിക്യൂട്ടീവ് എക്സാമിന് എൻറോൾ ചെയ്യും. എന്നിട്ട് എക്സിക്യൂട്ടീവ് എക്സാംസ് നമ്മൾ എടുക്കും. എക്സിക്യൂട്ടീവ് എക്സാംസ് നമ്മൾ അറ്റൻഡ് ചെയ്യും. എക്സിക്യൂട്ടീവ് എക്സാംസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പ്രൊഫഷണൽ രജിസ്ട്രേഷൻ എടുക്കും, എക്സിക്യൂട്ടീവ് ലെവൽ പാസ്സായിട്ട്. എന്നിട്ട് ഈ പ്രൊഫഷണലിനും ഇതുമാതിരി ഒരു പ്രീ ടെസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ ഒരു പ്രീ ടെസ്റ്റ് എടുക്കുക. എന്നിട്ട് പ്രൊഫഷണലിലെ എക്സാം എഴുതാം. പ്രൊഫഷണൽ എക്സാമാണ് ലാസ്റ്റ് എക്സാം. പ്രൊഫഷണലിൻ്റെ എക്സാം നമ്മൾ ടേക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മൾ സിമ്പിളായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ CS കോഴ്സിൻ്റെ ഒരു ചെറിയൊരു ഔട്ട്ലൈൻ വരുന്നത്. ഇനി നമ്മൾ ഫസ്റ്റ് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CSCET ആണ്, കമ്പനി സെക്രട്ടറി എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ്. നമുക്കറിയാം എക്സാം ഒരു വർഷത്തിൽ 4 പ്രാവശ്യമാണ് നടക്കുന്നത്. 4 മന്ത് ഉണ്ട്. ജനുവരിയിൽ ഒരു എക്സാം ഉണ്ട്, മെയ്, ജൂലൈ പിന്നെ നവംബർ. ഈ 4 മാസങ്ങളിലാണ് ഒരു വർഷം CSCET എക്സാംസ് നടക്കുന്നത്. നിങ്ങൾക്ക് ഏത് മാസം വേണമെങ്കിലും ഈ എക്സാമിന് അറ്റൻഡ് ചെയ്യാം. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CSCETയുടെ സിലബസ് ആണ്. സിലബസിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ 4 സബ്ജക്ട്സ് ഉണ്ട് CSCETയിൽ. 4 സബ്ജക്റ്റിൽ ഫസ്റ്റ് സബ്ജക്റ്റ് വരുന്നത് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ, സെക്കൻഡ് സബ്ജക്റ്റ് ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ലോജിക്കൽ റീസണിങ്, തേർഡ് എക്കണോമിക്സ് ആൻഡ് ബിസിനസ് എൻവയോൺമെന്റ്, ഫോർത്ത് കറണ്ട് അഫയേഴ്സ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. ഇതാണ് 4 സബ്ജക്ട്സ് വരുന്നത്. ഇവിടെ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ 35 ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിന് ഉണ്ടാവും. പക്ഷേ ടോട്ടൽ മാർക്സ് നമുക്ക് 50 ആണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ചില ക്വസ്റ്റ്യൻസിന് അവിടെ 1 മാർക്കും ചില ക്വസ്റ്റ്യൻസിന് 2 മാർക്കുമാണ്. ഇത് ഏത് ക്വസ്റ്റ്യൻസ് ആണ് അല്ലെങ്കിൽ ഏത് സബ്ജക്റ്റിനാണ് വരുന്നത് എന്നുള്ളത് തീരുമാനിക്കുന്നത് ഓരോ പ്രാവശ്യവും ഇൻസ്റ്റിറ്റ്യൂട്ട് തീരുമാനിച്ചിട്ട് അതിനനുസരിച്ചാണ് അവർ ക്വസ്റ്റ്യൻസ് ഇടുക. പക്ഷേ സബ്ജക്റ്റിലേക്ക് വരുമ്പോൾ ടോട്ടൽ മാർക്ക് 50 ആയിരിക്കും ഉണ്ടാവുക. സെക്കൻഡ് സബ്ജക്റ്റ് ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ലോജിക്കൽ റീസണിങ് ആണ്. ഇവിടെ മാർക്ക് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഫസ്റ്റ് പാർട്ടായിട്ടുള്ള ലീഗൽ ആപ്റ്റിറ്റ്യൂഡിന് 30 മാർക്സും സെക്കൻഡ് പാർട്ടായിട്ടുള്ള ലോജിക്കൽ റീസണിങ്ങിന് 20 മാർക്സുമാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അങ്ങനെ 20 മാർക്സിന് ക്വസ്റ്റ്യൻസും അങ്ങനെ നമുക്ക് ടോട്ടൽ 50 മാർക്സിൻ്റെ സബ്ജക്റ്റാണ് ഈ സെക്കൻഡ് പാർട്ട് വരുന്നത്. തേർഡ് പാർട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് എക്കണോമിക്സ് ആൻഡ് ബിസിനസ് എൻവയോൺമെൻറ്റ് ഉണ്ട്. പക്ഷേ ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് 25 മാർക്സ് ആണ്. 2 പാർട്ടിനും ഈക്വൽ ആയിട്ട് മാർക്കുണ്ട്. പിന്നെ ഫോർത്ത് സബ്ജക്റ്റിൽ കറണ്ട് അഫയേഴ്സ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. ഇവിടെ കറണ്ട് അഫയേഴ്സിൽ നമുക്ക് 30 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ നമുക്ക് ബാക്കി 20 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇങ്ങനെയാണ് ഈ ഒരു സബ്ജക്റ്റിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഗ്രാൻഡ് ടോട്ടലായിട്ട് 200 മാർക്സിൻ്റെ എക്സാമാണ് നമ്മൾ അറ്റൻഡ് ചെയ്യുക. നമുക്ക് ടോട്ടൽ 140 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാണ് CSCETയുടെ ഒരു എക്സാം പാറ്റേൺ ആയിട്ട് വരുന്നത്. ഇവിടെ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ കുറച്ച് ഗ്രാമർ, കുറച്ച് ഇംഗ്ലീഷ്, അങ്ങനെ ആ ഒരു ടൈപ്പ് പേപ്പറാണ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ. സെക്കൻഡ് ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് ആണ്. ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് വരുമ്പോൾ നമ്മളവിടെ കുറച്ചൊരു ലോ, കോൺട്രാക്ട് ആക്ട്, കമ്പനി ലോ, അത്തരം നിയമങ്ങളൊക്കെ നമ്മളൊന്ന് ബേസിക് ആയിട്ട് നോക്കുന്നുണ്ട്. സെക്കൻഡ് ലോജിക്കൽ റീസണിങ് ആണ്. ലോജിക്കൽ റീസണിങ്ങിൻ്റെ കുറച്ച് നമ്മളെ സിമ്പിൾ മാത്സ് ഒക്കെ വരുന്നത്, അതേപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലും നമുക്ക് കുറച്ച് മാത്സ് ഒക്കെ വരുന്നുണ്ട്. കറണ്ട് അഫയേഴ്സ് നോർമൽ നമ്മുടെ ന്യൂസ് പേപ്പറും അത്തരം കാര്യങ്ങളിലൊക്കെ നമുക്ക് കറണ്ട് അഫയേഴ്സ് കിട്ടും. പിന്നെ തേർഡ് പേപ്പറായിട്ടുള്ള എക്കണോമിക്സ് ആൻഡ് ബിസിനസ് എൻവയോൺമെൻറ്റ് ഉണ്ട്. എക്കണോമിക്സും ബിസിനസ് എൻവയോൺമെൻറ്റും നമ്മളെ സിലബസിൽ പറഞ്ഞ പോലെ തന്നെ കുറച്ച് എക്കണോമിക്സിൻ്റെ പാർട്ടും കുറച്ച് ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ സൈഡും നമ്മൾ കവർ ചെയ്യും. അങ്ങനെ ഗ്രാൻഡ് ടോട്ടലായിട്ട് നമ്മൾ 200 മാർക്സിൻ്റെ എക്സാമാണ് CSCETയിൽ അറ്റൻഡ് ചെയ്യുന്നത്.
പിന്നെ CSCT ക്വാളിഫയിങ് കട്ട് ഓഫ് ഓർ പാസിംഗ് മാർക്ക്. എത്ര മാർക്ക് വേണം നമുക്ക് CSCT ക്വാളിഫൈ ചെയ്യാൻ, അല്ലെങ്കിൽ എത്ര മാർക്കാണ് നമ്മുടെ കട്ട് ഓഫ്? അതിൽ മിനിമം നമുക്ക് 40% മാർക്കാണ് വേണ്ടത്. ഓരോ പേപ്പേഴ്സിലും 40% മാർക്ക് വേണം. പക്ഷെ എല്ലാ പേപ്പേഴ്സിന്റെ മാർക്ക് കൂട്ടി നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? 50% വേണം. അപ്പൊ 200ന്റെ 50% എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോട്ടൽ എല്ലാ സബ്ജക്റ്റിലും നമ്മൾ പാസ്സാവുകയും ചെയ്തിരിക്കണം. കൂടാതെ ഈ 4 സബ്ജക്ട്സിന്റെ മാർക്ക് കൂട്ടിയിട്ടുണ്ടെങ്കിൽ 200ന്റെ 50% 100 മാർക്സോ അതിൽ കൂടുതലോ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ഈ ഒരു എക്സാം ക്വാളിഫൈ ചെയ്യുള്ളൂ. അതിൻ്റെ കൂടെ ദർ വിൽ ബി നോ നെഗറ്റീവ് മാർക്സ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എല്ലാ ആൻസേഴ്സും എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ദ മിനിമം CS എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ് ചാൻസ് ബി സ്കോർഡ് ഇസ് 50%. 50% മാർക്കാണ് മിനിമം നിങ്ങൾ സ്കോർ ചെയ്തിരിക്കേണ്ടത്. ഇതാണ് CSCTയുടെ ഒരു കട്ട് ഓഫ് മാർക്കായിട്ട് വരുന്നത്. നെക്സ്റ്റ്, മാനർ ഓഫ് എക്സാമിനേഷൻ. CSCT എക്സാമിനേഷൻ എങ്ങനെയാണ് നടക്കുന്നത്? OMR ആണ്. ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, 4 ഓപ്ഷൻസ് വരും, നമുക്ക് ചൂസ് ചെയ്യാം കറക്റ്റ് ആൻസർ ഏതാണ് എന്നുള്ളത്. മോഡ് ഓഫ് എക്സാം റിമോട്ട് പ്രോക്ടോർഡ് മോഡാണ്. എനി അതർ മോഡ് മേ ബി ഡിസൈഡഡ് ബൈ ദ കൗൺസിൽ ഫ്രം ടൈം ടു ടൈം. അപ്പം ഇതുവരെ നടത്തിയിരിക്കുന്നത് റിമോട്ട് പ്രോക്ടോർഡ് മോഡിലാണ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഏതൊരു സ്ഥലത്തു നിന്നും നമുക്ക് എക്സാംസ് എടുക്കാം. പക്ഷേ അവിടെ എന്താണ്, നമ്മുടെ കൂടെ വേറെ ആരും പാടില്ല, നമ്മുടെ സൗണ്ട് ഒന്നും പാടില്ല, നമ്മളാരും ഹെൽപ്പ് ചെയ്യാനൊന്നും പറ്റില്ല. നമ്മൾ വീഡിയോ എപ്പോഴും ഓൺ ആയിരിക്കും, നമ്മൾ ലൈവായിട്ട് അവർ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഇൻ കേസ് അവിടെ എന്തെങ്കിലും മാൽ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ അവർ നോട്ട് ചെയ്യും, നമ്മളെ ഡിസ്ക്വാളിഫൈ ചെയ്യും എക്സാമിന്, അല്ലെങ്കിൽ നമ്മുടെ മാർക്സ് വിത്ത്ഹെൽഡ് ചെയ്യും, അവർ പിടിച്ചു വെക്കും. സോ നമ്മൾ എപ്പോഴും കെയർഫുൾ ആയിരിക്കണം. നമുക്ക് വീട്ടിൽ നിന്ന് എക്സാം എഴുതാം, അല്ലെങ്കിൽ ഏത് സെൻറ്ററിൽ വേണമെങ്കിലും പോയിട്ട് നമുക്ക് എക്സാംസ് എഴുതാം. പക്ഷേ ഇത്തരം പ്രാക്ടീസസ് ഒന്നും പാടില്ല. നമ്മൾ തന്നെ കെയർഫുൾ ആയിരിക്കണം. കാരണം നമുക്ക് ലോസ് ആവുന്നത് നമ്മുടെ ഒരു അറ്റംപ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യുമ്പം നമുക്കൊരു ഫ്രീ ആൻഡ് കാം ആൻഡ് ആരും ഇല്ലാത്തൊരു സ്ഥലം നോക്കി ചൂസ് ചെയ്തിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാം, കൺവീനിയൻ്റ് ആയിട്ടുള്ള. ഇനി അടുത്ത് നോക്കുന്നത് എലിജിബിലിറ്റി ആണ്. CSCT എക്സാം എഴുതാൻ നിങ്ങളുടെ മിനിമം എലിജിബിലിറ്റി 12th പാസ്സായിരിക്കണം. 12th പാസ്സാവുക. അപ്പിയറിംഗ് ഓർ 10th പാസ് ഫോർ പ്രൊവിഷണൽ രജിസ്ട്രേഷൻ. അപ്പം 12th പ്രൊവിഷണൽ രജിസ്ട്രേഷൻ ഒക്കെ ഉള്ള ആൾക്കാർക്കും ഇതിന് രജിസ്റ്റർ ചെയ്യാം. പിന്നെ ഡ്യൂറേഷൻ ഓഫ് എക്സാംസ് വരുന്നത് 2 hours ആണ്. 2 മണിക്കൂറിൻ്റെ എക്സാംസ് ആണ്. ടോട്ടൽ പാർട്ട് ഈ 4 പാർട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു, എക്സാം 4 പാർട്ടിലാണുള്ളത്. പക്ഷേ എല്ലാം കൂടെ നമുക്ക് 200 മാർക്സിൻ്റെ ആണ് ഉണ്ടാവുക. ഒരൊറ്റ എക്സാമാണ്, സിംഗിൾ എക്സാം ആണ്. മാർക്സ് 200 മാർക്സിൽ. ഇതാണ് നമ്മുടെ CSCT നമ്മുടെ ഫസ്റ്റ് ലെവലാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ പോകുന്നത് നമ്മൾ CS എക്സിക്യൂട്ടീവ് ആണ്, നമ്മുടെ സെക്കൻഡ് ലെവൽ. CSCT പാസ്സായി കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? CS എക്സിക്യൂട്ടീവിന് രജിസ്ട്രേഷൻ എടുക്കും. CSCT പാസ്റ്റ് സ്റ്റുഡൻസിനും പിന്നെ CSCT പാസ്റ്റ് സ്റ്റുഡൻസിനാണ് ഈ ഒരു രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആ ഒരു ടൈമിലേക്ക് 12th പാസ്സായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് CS എക്സിക്യൂട്ടീവിന് രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ CS ഫൗണ്ടേഷൻ പാസ്റ്റ് സ്റ്റുഡൻസിന് ഇവിടെ കൊടുത്തിട്ടുണ്ട്, കൺഫ്യൂസ്ഡ് ആവണ്ട. പണ്ട് നമ്മൾ CSCTക്ക് പകരം നമ്മൾ CS ഫൗണ്ടേഷൻ എന്നാണ് പറയാറ് എക്സാമിന്. ഇപ്പം അത് മാറി, CSCT എന്ന് പേര് അവരൊന്ന് മാറ്റി. അപ്പം പണ്ട് ഏതെങ്കിലും സ്റ്റുഡൻസ് CS ഫൗണ്ടേഷൻ പാസ്സായിട്ട് ഇപ്പം എക്സാം ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്കും, അല്ലെങ്കിൽ രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റാതിരുന്ന ആൾക്കാർക്കും ഇപ്പോൾ CS എക്സിക്യൂട്ടീവിന് വന്നിട്ട് രജിസ്ട്രേഷൻ എടുക്കാം. അതുകൊണ്ടാണ് CS ഫൗണ്ടേഷൻ എന്ന് കൊടുത്തത്. രണ്ടും സെയിം ആണ്, പക്ഷേ പേര് ഇപ്പോൾ CSCT എന്ന് മാറ്റിയിട്ടുണ്ട്. അടുത്തത് ഓൾ ഗ്രാജുവേറ്റ്സ് വിത്ത് മിനിമം 50 മാർക്സ്. അപ്പം ഡിഗ്രി ഹോൾഡേഴ്സ്, അപ്പം ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ള എല്ലാവർക്കും 50 മാർക്സ് എബോവ് ഉള്ള എല്ലാവർക്കും CS എക്സിക്യൂട്ടീവിന് ഡയറക്റ്റ് രജിസ്ട്രേഷൻ എടുക്കാം. പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് രജിസ്ട്രേഷൻ എടുക്കാം. ICAI ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ഫൈനൽ കോഴ്സ് പാസ്റ്റ് സ്റ്റുഡൻസിനും ICMAI ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ഫൈനൽ കോഴ്സ് പാസ്റ്റ് സ്റ്റുഡൻസിനും CS എക്സിക്യൂട്ടീവിന് ഡയറക്റ്റ് രജിസ്ട്രേഷൻ എടുക്കാം. ഇതാണ് CS എക്സിക്യൂട്ടീവിൻ്റെ എലിജിബിലിറ്റി. നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് CS എക്സിക്യൂട്ടീവിൻ്റെ സിലബസ് ആണ്. ജസ്റ്റ് ഇൻ ഷോർട്ട് ആണ്. അതിൽ നമുക്ക് CS എക്സിക്യൂട്ടീവിന് 2 ഗ്രൂപ്പാണുള്ളത്. 2 ഗ്രൂപ്പിലും കൂടെ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് 7 സബ്ജക്ട്സ് ആണ്. 7 സബ്ജക്ട്സ്. അതിൽ ഫസ്റ്റ് ഗ്രൂപ്പിൽ നമുക്ക് 4 പേപ്പേഴ്സ് ഉണ്ടാവും. 4 പേപ്പേഴ്സിന് സെപ്പറേറ്റ് എക്സാംസ് ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് സെക്കൻഡ് ഗ്രൂപ്പിൽ 3 പേപ്പേഴ്സ്.
അപ്പം ഈ ഒരു ഗ്രൂപ്പ് വൈസ് ആണ് നിങ്ങൾ CS എക്സിക്യൂട്ടീവിൽ എക്സാംസ് ക്ലിയർ ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പിൽ നമുക്കുള്ളത് ജൂറിസ്പ്രൂഡൻസ്, ഇന്റർപ്രിറ്റേഷൻ ആൻഡ് ജനറൽ ലോ. ഇതൊരു ലോ പേപ്പറാണ്, തിയറി പേപ്പറാണ്. 100 മാർക്സിന്റെ ഗ്രാൻഡ് ടോട്ടൽ ആയിട്ടുള്ള ഒരു പേപ്പർ. അടുത്തത് കമ്പനി ലോ പേപ്പറാണ്. നമ്മുടെ കോർ സബ്ജക്റ്റ് ആണ്. നമ്മൾ മെയിനായിട്ട് നമ്മൾ ഡീൽ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും കമ്പനി ലോയിലാണുള്ളത്. നമ്മുടെ കമ്പനി ലോ പേപ്പർ കമ്പനി ലോ ആൻഡ് പ്രാക്ടീസ് എന്ന് പറഞ്ഞിട്ടാണുള്ളത്. അതിൽ പാർട്ട് 1 കമ്പനി ലോയുടെ കാര്യങ്ങൾ, നമ്മുടെ ലീഗലായിട്ടുള്ള കോൺസെപ്റ്റ്സ് ഒക്കെയാണ് പറയുന്നത്. സെക്കൻഡ് പാർട്ടിൽ കമ്പനി അഡ്മിനിസ്ട്രേഷൻ, അത്തരം കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നു. ഇവിടെ 60 മാർക്സ് ആണ് കമ്പനി ലോ പാർട്ടിൽ വരുന്നത്. കമ്പനി അഡ്മിനിസ്ട്രേഷൻ പാർട്ടിൽ 40. അങ്ങനെയാണ് അവിടെ മാർക്ക് കൊടുത്തിരിക്കുന്നത്. തേർഡ് നമ്മുടെ പേപ്പർ സെറ്റിംഗ് അപ്പ് ഓഫ് ബിസിനസ്, ഇൻഡസ്ട്രിയൽ ആൻഡ് ലേബർ ലോ ആണ്. അപ്പം ലേബർ ലോ കാര്യങ്ങളും പിന്നെ ബിസിനസ് സെറ്റിംഗ്, ടൈപ്സ് ഓഫ് കമ്പനി, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ തേർഡ് പേപ്പറിലുള്ളത്. അവിടെയും 60-40 എന്നൊരു മാർക്ക് ഡിഫറൻസിലാണ് കൊടുത്തത്. അതിൽ 60 സെറ്റിംഗ് അപ്പ് ഓഫ് ബിസിനസ് എങ്ങനെ സെറ്റപ്പ് ചെയ്യണം, സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ. പിന്നെ 40 മാർക്സ് വരുന്നത് ലേബർ ലോ, ഇൻഡസ്ട്രിയൽ ലോ, ലേബർ റിലേറ്റഡ് നിയമങ്ങളൊക്കെയാണ് നമ്മൾ ഡീൽ ചെയ്യുക. ഇനി നമ്മുടെ ഫോർത്ത് പേപ്പർ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ്. അപ്പം കുറച്ച് അക്കൗണ്ട്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. കമ്പനി സെക്രട്ടറി ലീഗൽ കാര്യങ്ങൾ മാത്രമല്ല, അക്കൗണ്ട്സും കൂടെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കമ്പയർ ചെയ്തിട്ടൊക്കെ കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ കമ്പനി ലോയും നമ്മൾ കുറച്ച് അറിഞ്ഞിരിക്കണം, അക്കൗണ്ട്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. രണ്ടും നമുക്ക് നമ്മുടെ വർക്കിൽ വരും, ഇമ്പോർട്ടൻറ്റുമാണ്. അപ്പം ഇതൊരു അക്കൗണ്ട്സ് പേപ്പറാണ്, പ്രാക്ടിക്കലാണ്. കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ഉണ്ട്. കോർപ്പറേറ്റ് അക്കൗണ്ടിങ് 60 മാർക്സിനാണ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഉണ്ട്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് 40 മാർക്കിന്. ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് ഗ്രൂപ്പായിട്ട് വരുന്നത് CS എക്സിക്യൂട്ടീവിൽ. ഇനി നമ്മൾ സെക്കൻഡ് ഗ്രൂപ്പിലേക്ക് പോകുമ്പോൾ അവിടെ 3 പേപ്പേഴ്സ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് പേപ്പർ ക്യാപിറ്റൽ മാർക്കറ്റ് ആൻഡ് സെക്യൂരിറ്റീസ് ലോ. നമുക്ക് ഈ പേപ്പർ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ എന്ത് കാര്യമാണ് ഈ ഒരു സബ്ജക്റ്റിൽ പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഷെയർസ്, അത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ക്യാപിറ്റൽ മാർക്കറ്റ്, നമ്മുടെ ഷെയർസ് ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്ന ഒരു സബ്ജക്റ്റാണ് ക്യാപിറ്റൽ മാർക്കറ്റ് ആൻഡ് സെക്യൂരിറ്റീസ് ലോ. നമ്മുടെ 6th പേപ്പർ വരുന്നത് എക്കണോമിക്, കൊമേഴ്ഷ്യൽ ആൻഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ആണ്. നമ്മുടെ എക്കണോമിക് ലോസ് വരുന്നുണ്ട്, കൊമേഴ്ഷ്യൽ ലോസും, പിന്നെ നമ്മുടെ IPR, ട്രേഡ് മാർക്ക്, പിന്നെ അതുപോലെ പാറ്റന്റ്, ഇതൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങളാണ് ഈ ഒരു പേപ്പറിൽ പഠിക്കാനുള്ളത്. പിന്നെ 7th വരുന്നത്, ഇതും നമ്മുടെ മെയിൻ ആയിട്ടുള്ള പേപ്പറാണ്, ടാക്സ് ലോ ആൻഡ് പ്രാക്ടീസ്. നമ്മൾ ഒരു CS ആയിരിക്കുമ്പോൾ തന്നെ നമ്മൾ ടാക്സിൻ്റെ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ ടാക്സ് ലോ ആൻഡ് പ്രാക്ടീസിൽ നമുക്ക് ഡയറക്റ്റ് ടാക്സ് ഉണ്ട്, ഇൻഡയറക്റ്റ് ടാക്സ് ഉണ്ട്. കാരണം നമുക്ക് GST ഉണ്ട്, ഇൻകം ടാക്സും ഉണ്ട്. ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് ഫസ്റ്റ് പാർട്ടിൽ ഡയറക്റ്റ് ടാക്സ് ആണ് 60 മാർക്കിന്. പാർട്ട് 2 വരുന്നത് ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുമ്പോൾ GST ഒക്കെയാണ് വരുന്നത്. അതൊരു 40 മാർക്സിന്. ഇതാണ് നമ്മുടെ CS എക്സിക്യൂട്ടീവിൻ്റെ ഒരു സിലബസിൻ്റെ ഒരു ഷോർട്ട് ആയിട്ടുള്ളത്. ഇനി നമ്മൾ CS എക്സിക്യൂട്ടീവ് എക്സാംസ് എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത്. മോഡ് ഓഫ് എക്സാം കോമ്പിനേഷൻ ഓഫ് ബോത്ത് 20 എന്താണ് കേസ് ബേസ്ഡ് സ്റ്റഡി ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്, 80 ഡിസ്ക്രിപ്റ്റീവ് ആണ്. അപ്പം 20% അതിൽ ചിലപ്പം OMR ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്, അതല്ലെങ്കിൽ കേസ് ബേസ്ഡ് ഒബ്ജക്റ്റീവ്. അപ്പോൾ അങ്ങനെ പറഞ്ഞിരുന്നു. ഇപ്പോൾ കറൻ്റ്ലി നടന്ന എക്സാമിൽ അങ്ങനെ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു 20% മാർക്ക് നിങ്ങൾക്ക് OMR വരും. അപ്പോൾ അടുത്ത എക്സാം മുതൽ അവർ അത് കൊണ്ടുവരും. അപ്പോൾ നിങ്ങളുടെ 100 മാർക്സിൻ്റെ പേപ്പർ ആണെങ്കിൽ ഒരു 20 മാർക്സിൽ നിങ്ങൾക്ക് OMR ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ചൂസ് ചെയ്യാം. ബാക്കി 80 മാർക്സിന് നിങ്ങൾ എഴുതേണ്ടി വരും, റിട്ടേൺ ആയിട്ട് കൊടുക്കാം. ഡ്യൂറേഷൻ ഓഫ് എക്സാം വരുന്നത് 3 hours ആണ്. മാർക്സ് 100 മാർക്സിൻ്റെ പേപ്പറാണ്, എല്ലാ പേപ്പേഴ്സും. ഇതാണ് CS എക്സിക്യൂട്ടീവ് വരുന്നത്. നമ്മൾ CS എക്സിക്യൂട്ടീവിന് രജിസ്ട്രേഷൻ എടുക്കുന്ന കാര്യങ്ങളാണ് നോക്കുന്നത്. അപ്പം 31st May ആണ്. 31st Mayയുടെ മുന്നേ നമ്മൾ രജിസ്ട്രേഷൻ എടുക്കുകയാണെങ്കിൽ എന്താണ്, നമുക്ക് അപ്പിയർ ഇൻ ബോത്ത് മൊഡ്യൂൾസ്, 2 സെറ്റ് ഓഫ് പേപ്പർ, 2 ഗ്രൂപ്പും നമുക്ക് എന്ത് ചെയ്യാം, ഡിസംബർ അറ്റംപ്റ്റിൽ സെയിം ഇയറിൽ തന്നെ എഴുതാം. ഇനി നമ്മൾ രജിസ്ട്രേഷൻ എടുക്കുന്നത് ജൂലൈയിലാണെങ്കിൽ, ജൂലൈ 31st തൊട്ട് മുന്നേ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരു സിംഗിൾ മൊഡ്യൂൾ മാത്രമേ എക്സാം എഴുതാൻ പറ്റുള്ളൂ ഡിസംബർ അറ്റംപ്റ്റിൽ. അതല്ല നിങ്ങൾ രജിസ്ട്രേഷൻ എടുക്കുന്നത് 30th നവംബറിനോട് അടുത്തിട്ടാണെങ്കിൽ, അല്ലെങ്കിൽ അതിന് തൊട്ട് മുന്നേ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക്
ബോത്ത് മൊഡ്യൂൾസ് അപ്പിയർ ചെയ്യാം. അത് അടുത്ത വർഷം ജൂണിൽ നിങ്ങൾക്ക് 2 മൊഡ്യൂളും അപ്പിയർ ചെയ്യാം. ഇനി അതുമല്ല, നിങ്ങൾ രജിസ്ട്രേഷൻ എടുക്കാൻ കുറച്ചുകൂടെ വൈകി, നിങ്ങൾ ജനുവരി 31 അടുത്തായിട്ടാണ് രജിസ്ട്രേഷൻ എടുത്തത്, തൊട്ട് മുന്നെയാണ് രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് 1 മൊഡ്യൂൾ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ വരുന്ന ജൂൺ അറ്റംപ്റ്റിൽ. ഇങ്ങനെയാണ് CS എക്സിക്യൂട്ടീവിൻ്റെ ഒരു എക്സാം പാറ്റേൺ വരുന്നത്. അപ്പം ഈ ഒരു ടൈം പീരീഡ് നോക്കിയിട്ട് നിങ്ങൾ കറക്റ്റ് നോക്കിയിട്ട് രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിംഗിൾ മൊഡ്യൂളോ അല്ലെങ്കിൽ 2 മൊഡ്യൂളോ ഒക്കെ ഒരുമിച്ച് എഴുതാൻ ആഗ്രഹമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ 2 മൊഡ്യൂൾ ഒരുമിച്ച് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റാങ്ക് ഒക്കെ കിട്ടുള്ളൂ. അപ്പം ഇതൊക്കെ നോക്കിയിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ രജിസ്ട്രേഷൻ എടുക്കണം. നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്യുന്നത് പ്രൊഫഷണൽ പ്രോഗ്രാം ആണ്. നമുക്കറിയാം CS ETയും CS എക്സിക്യൂട്ടീവും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫൈനലായിട്ട് വരുന്നത് CS പ്രൊഫഷണൽ ആണ്. അപ്പോൾ CS പ്രൊഫഷണൽ നമുക്കുള്ളത് 4 പേപ്പേഴ്സ് ഫസ്റ്റ് ഗ്രൂപ്പിലുണ്ട്. ഫസ്റ്റ് ഗ്രൂപ്പിലെ 4 പേപ്പേഴ്സിൽ ഫസ്റ്റ് പേപ്പർ വരുന്നത് എൻവയോൺമെന്റൽ സോഷ്യൽ ഗവർണൻസ് എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പറാണ്. ഇത് നമുക്ക് കൊടുത്തിരിക്കുന്നത് 3 പാർട്ടായിട്ടാണ്. ഫസ്റ്റ് പാർട്ടിൽ ഗവർണൻസ് ആൻഡ് സസ്റ്റൈനബിലിറ്റി, സെക്കൻഡ് പാർട്ടിൽ റിസ്ക് മാനേജ്മെന്റിന്റെ ഒരു സിംഗിൾ ചാപ്റ്റർ ആണ്. തേർഡ് പാർട്ടിൽ വരുന്നത് എൻവയോൺമെന്റ് ആൻഡ് സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ടിംഗ്. അപ്പം ഈ ഓരോ പാർട്ടിനും മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് 65, 20 and 15 ഈ ഒരു രീതിയിലാണ് 100 മാർക്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് ഈ ഓരോ പാർട്ടിലായിട്ട് വരുന്നത്. ഇനി നമ്മുടെ സെക്കൻഡ് വരുന്നത് ഡ്രാഫ്റ്റിംഗ്, പ്ലീഡിംഗ് ആൻഡ് അപ്പിയറൻസ് ആണ്. നമുക്കറിയാം ഒരു കമ്പനി സെക്രട്ടറി എന്തായാലും ഒരു ഡ്രാഫ്റ്റിംഗ് ക്വാളിറ്റി ഉണ്ടായിരിക്കണം. നമ്മൾ ഈ ഒരു എക്സാംസ് ഒക്കെ കഴിയുമ്പോഴേക്കും അല്ലെങ്കിൽ നമ്മൾ പ്രാക്ടീസ്, നമ്മൾ ട്രെയിനിങ് ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് ആ ക്വാളിറ്റി വരും. കാരണം ഡ്രാഫ്റ്റിംഗ് നമ്മുടെ കരിയറിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എഗ്രിമെന്റ്സ് ഡ്രാഫ്റ്റ് ചെയ്യാനുണ്ടാവും, അതല്ല നമുക്ക് പല നോട്ടീസ് അതല്ലെങ്കിൽ പല ലെറ്റേഴ്സ് ഒക്കെ ഡ്രാഫ്റ്റ് ചെയ്യാനുണ്ടാവും, നമുക്ക് ബോർഡ് മീറ്റിംഗ്സ് വിളിക്കാനുണ്ടാവും, മിനിറ്റ്സ് പ്രിപ്പയർ ചെയ്യാനുണ്ടാവും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ കമ്പനി സെക്രട്ടറിയുടെ വർക്കിൽ വരും. അപ്പം നമുക്ക് ഡ്രാഫ്റ്റിംഗ് എന്നുള്ള ഈ ഒരു സബ്ജക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു പേപ്പർ ഇതിൽ ഫസ്റ്റ് പാർട്ട് 70 മാർക്കിനും പ്ലീഡിംഗ് ആൻഡ് അപ്പിയറൻസ് 30 മാർക്സിനുമാണ്. ഇനി നമ്മുടെ തേർഡ് പേപ്പർ വരുന്നത് കംപ്ലയൻസ് മാനേജ്മെന്റ്, ഓഡിറ്റ് ആൻഡ് ഡ്യൂ ഡെലിജൻസ്. ഇതും ഒരു കമ്പനി സെക്രട്ടറിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കമ്പനി സെക്രട്ടറിയുടെ മെയിൻ വർക്ക് എന്താണ്? കമ്പനിയുടെ കംപ്ലയൻസ്, എല്ലാ റൂൾസും റെഗുലേഷൻസും ഒക്കെ കമ്പനി ഫോളോ ചെയ്തിട്ടുണ്ടോ, കമ്പനി അപ് ടു ഡേറ്റ് ആണോ, ഡ്യൂ ഡേറ്റ്സിന് മുന്നേ എല്ലാ ഫോംസും ഫയൽ ചെയ്തിട്ടുണ്ടോ, ഇതൊക്കെ നോക്കണം. അപ്പം ഇതൊക്കെ കമ്പനി സെക്രട്ടറിയുടെ ഒരു മെയിൻ ഡ്യൂട്ടിയാണ്. അപ്പം ഇതിലും നമ്മൾ 40 മാർക്സിന് കംപ്ലയൻസ് മാനേജ്മെന്റ് പഠിക്കുന്നു, ഓഡിറ്റ് ആൻഡ് ഡ്യൂ ഡെലിജൻസ് നമ്മളൊരു 60 മാർക്സ്. ഇതൊക്കെ നമുക്ക് പ്രാക്ടിക്കൽ ആപ്ലിക്കബിലിറ്റി വരുന്നതാണ് നമ്മുടെ വർക്കിൽ. ഇനി നമ്മുടെ ഫോർത്ത് വരുന്നത് ഒരു ഇലക്റ്റീവ് പേപ്പറാണ്. നമുക്ക് കുറച്ച് ഇലക്റ്റീവ് സബ്ജക്ട്സ് തന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ആ ഒരു 4 ഇലക്റ്റീവ് പേപ്പേഴ്സിന് നമുക്ക് ഒന്ന് ചൂസ് ചെയ്യാം നമ്മുടെ ഇലക്റ്റീവ് പേപ്പറായിട്ട് ഫോർത്ത് വൺ. നമ്മുടെ നെക്സ്റ്റ് ഗ്രൂപ്പ് വരുന്നത് പ്രൊഫഷണലിൽ സെക്കൻഡ് ഗ്രൂപ്പ് 2 വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് പേപ്പർ 5th പേപ്പർ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ആൻഡ് കോർപ്പറേറ്റ് ഫിനാൻസ് ആണ്. സ്ട്രാറ്റജിക് മാനേജ്മെന്റ് നമുക്ക് 40 മാർക്സിനുണ്ട്, കോർപ്പറേറ്റ് ഫിനാൻസ് നമുക്ക് 60 മാർക്കിനുണ്ട്. അടുത്തത് നമ്മുടെ 6th പേപ്പർ കോർപ്പറേറ്റ് റീസ്ട്രക്ചറിങ്, വാല്യുവേഷൻ ആൻഡ് ഇൻസോൾവൻസി. നമ്മൾ പറഞ്ഞു കമ്പനി അമാൽഗമേഷൻ ഉണ്ടാവും, റീസ്ട്രക്ചറിങ് ഉണ്ടാവും, റീ ഓർഗനൈസിങ് ഉണ്ടാവും, 2 കമ്പനികൾ തമ്മിൽ കൂടിച്ചേരും, അതല്ലെങ്കിൽ ഒരു കമ്പനി തന്നെ പല കമ്പനികളായിട്ട് മാറും, അവരുടെ ആക്ടിവിറ്റീസ് ഒക്കെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കംപ്ലയൻസസ് നോക്കുക. ഫസ്റ്റ് തന്നെ കമ്പനി അപ്രോച്ച് ചെയ്യാൻ പോകുന്നത് ഒരു കമ്പനി സെക്രട്ടറിനെ ആയിരിക്കും. അപ്പോൾ കമ്പനി സെക്രട്ടറിന്റെ അടുത്ത് നിന്ന് അഡ്വൈസ് കിട്ടിയിട്ടാണ് ഇവർ ബാക്കി പ്രോസസ്സൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സബ്ജക്റ്റും നമുക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. കോർപ്പറേറ്റ് റീസ്ട്രക്ചറിങ് നമുക്ക് 40 മാർക്സിനുണ്ട്, കൂടെ വാല്യുവേഷൻ നമുക്ക് 20 മാർക്സിനും, ഇൻസോൾവൻസി ലിക്വിഡേഷൻ വൈൻഡിങ് ഓഫ് 40 മാർക്സിനും. ഇതിൽ വാല്യുവേഷൻ പാർട്ടിൽ കുറച്ച് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പിന്നെ നമ്മുടെ 7th പേപ്പറും ഇലക്റ്റീവ് പേപ്പറാണ്. നമുക്ക് 5 ഓപ്ഷൻസ് തന്നിട്ടുണ്ടാവും. അതിൽ നിന്ന് നമുക്ക് നമ്മുടെ ഇലക്റ്റീവ് പേപ്പറായിട്ട് നമുക്ക് ഏത് വേണമെന്ന് നമുക്ക് ചൂസ് ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് ആ ഒരു പേപ്പറിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് എക്സാംസ് ചെയ്താം. ഇതാണ് നമ്മുടെ പ്രൊഫഷണൽ പ്രോഗ്രാം. പ്രൊഫഷണൽ പ്രോഗ്രാമിൽ നമുക്കിവിടെ 7th പേപ്പറും 4th പേപ്പറും നമുക്ക് ഇലക്റ്റീവ് ആണ്, നമുക്ക് ചൂസ് ചെയ്യാം, ബാക്കി കമ്പൽസറി ആണ്. അടുത്തത് നോക്കുന്നത് CS പ്രൊഫഷണൽ എക്സാമിൻ്റെ മോഡാണ്. മോഡ് ഓഫ് എക്സാം ഡിസ്ക്രിപ്റ്റീവ് ആണ്. ഇലക്റ്റീവ് പേപ്പേഴ്സ് ഉണ്ട്, ഓപ്പൺ ബുക്കാണ്. അപ്പോൾ നമുക്ക് ബുക്കൊക്കെ തുറന്നു വെച്ചിട്ട് നമുക്ക് വേണ്ട മെറ്റീരിയൽസും റെഫറൻസ് മെറ്റീരിയൽസും ഒക്കെ കൊണ്ടുവന്നിട്ട് നമുക്ക് റെഫർ ചെയ്തിട്ട് എക്സാംസ് എഴുതാം. ഡ്യൂറേഷൻ 3 hours ആണ് ഓരോ പേപ്പേഴ്സിനും വരുന്നത്. ടോട്ടൽ മാർക്സ് 100 മാർക്സിൻ്റെ പേപ്പറാണ്. അപ്പോൾ നമുക്ക് ഗ്രാൻഡ് ടോട്ടലായിട്ട് 7 സബ്ജക്ട്സ് ഉണ്ടെങ്കിൽ 700 മാർക്സിനായിരിക്കും.
ഇനി നമ്മുടെ ലാസ്റ്റ് ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എംപ്ലോയ്മെന്റ് പ്രോസ്പെക്റ്റ് ആണ്. നമ്മളൊരു CS ആയിട്ട് നമുക്ക് 2 ടൈപ്പിൽ വർക്ക് ചെയ്യാം. ഒന്ന് ഓൾ ടൈം എംപ്ലോയ്മെന്റിൽ പോവാം, അതല്ലെങ്കിൽ നമുക്ക് പ്രാക്ടീസിങ് ചൂസ് ചെയ്യാം. എംപ്ലോയ്മെന്റിൽ പോവുകയാണെങ്കിൽ നമ്മൾ ഒരു കമ്പനിയുടെ അണ്ടറിലായിരിക്കും വർക്ക് ചെയ്യാം, അതല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് കമ്പനിക്ക് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ വർക്ക് ചെയ്യാം. അവിടെ നമുക്ക് പുറത്തുനിന്ന് വേറെ വർക്ക്സ് ഒന്നും എടുക്കാൻ പറ്റില്ല. പക്ഷേ നമുക്ക് ഓൾറെഡി നമുക്ക് കുറേ വർക്ക്സ് ആ കമ്പനിയിൽ തന്നെ ചെയ്യാനുണ്ടാവും. പക്ഷെ നമ്മളൊരു കമ്പനി സെക്രട്ടറി ആയിട്ട് അവരുടെ കീ മാനേജറിയൽ പേഴ്സണായിട്ട് അവരുടെ ഹെഡിലായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ കമ്പനി സെക്രട്ടറി ഇൻ പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ഒരു ഇൻഡിപെൻഡൻറ്റ് പ്രൊഫഷണൽ ആയിരിക്കും. നമുക്ക് സ്വന്തമായിട്ട് ക്ലയൻസ് ഒക്കെ ഉണ്ടാവും. എന്നിട്ട് നമുക്ക് ഏതൊരു ക്ലയൻറ്റിൻ്റെ അടുത്ത് നിന്നും വർക്ക് കിട്ടും. കമ്പനി ഇൻകോർപ്പറേഷൻ, അതല്ലെങ്കിൽ ഈ സെക്രട്ടറിയൽ ഓഡിറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു, GST പ്രാക്ടീസിങ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു, അതല്ലെങ്കിൽ ഇൻസോൾവൻസി, അതല്ലെങ്കിൽ കോർപ്പറേറ്റ് അഡ്വൈസിങ്, ഇത്തരം വർക്ക്സ്, അതല്ല സർട്ടിഫിക്കേഷൻ വർക്ക്സ്, ഇങ്ങനത്തെ വർക്കൊക്കെ ആയിരിക്കും കോർപ്പറേറ്റ് പ്രാക്ടീസിങ്ങിൽ വരുന്നത്. കമ്പനി സെക്രട്ടറി പ്രാക്ടീസിങ്ങിൽ പോകുമ്പോൾ നമുക്ക് വരുന്നത്. സോ ഇതാണ് എംപ്ലോയ്മെന്റ് പ്രോസ്പെക്റ്റ്. നമുക്ക് ഒരു CS ആയിട്ട് CS മെമ്പർഷിപ്പ് ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേത് വേണമെന്ന് നമുക്ക് ചൂസ് ചെയ്യാം. പ്രാക്ടീസിങ്ങിൽ പോവുകയാണെങ്കിൽ നമ്മൾ COP എടുക്കണം. COP നമ്പർ കിട്ടും. മെമ്പർഷിപ്പ് നമ്പർ മാത്രമല്ല, COP നമ്പറും കൂടെ നമ്മുടെ കയ്യിൽ വേണം. അതല്ല എംപ്ലോയ്മെന്റിൽ പോവുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ മെമ്പർഷിപ്പ് നമ്പർ മാത്രം മതി. സോ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത് നമ്മുടെ CS കോഴ്സിൻ്റെ ഒരു സ്മോൾ സ്ട്രക്ചറാണ്. മെയിനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കുക 3 സ്റ്റേജ് ഓഫ് എക്സാംസ് ഉണ്ട്. CS CET പാസ്സാവുക, CS എക്സിക്യൂട്ടീവ് പാസ്സാവുക, പ്രൊഫഷണൽ എത്തുക. കൂടെ നമ്മൾ ട്രെയിനിങ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാം. താങ്ക് യു.